തകർക്കുന്ന സോഴ്സിനെ അതിൻ്റെ വേരുകൾ കണ്ടെത്തുക. അതാണ് നോട്ട് നിരോധനം. നോട്ട് നിരോധനം നമ്മൾ ഇത്ര പൈസ അല്ല തിരിച്ചെത്തിയില്ല, പരാജയം ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് വേറെ അജണ്ട ഇല്ല. അപ്പുറത്ത് പാകിസ്ഥാൻ തകർന്നു. പിന്നെ രാജ്യത്തിൻ്റെ യശസ് ശരിയായ അർത്ഥത്തിൽ വർദ്ധിക്കുമ്പോഴാണ് പട്ടാളക്കാരെ സന്തോഷിക്കുള്ളൂ. അല്ലാതെ ഫേക്കായിട്ട് വർദ്ധിച്ചിട്ട് കാര്യമില്ല. പ്രതിരോധ രംഗത്ത് അത്ര നിലപാടെടുത്തോണ്ടാണ് ഇന്ത്യക്ക് ശത്രുക്കൾ കൂടുന്നത്. കാരണം അവരെ കയ്യിൽ കിട്ടുന്നില്ല നമ്മളെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ക്രൈസിസ് അതാണ് ഓയിൽ ക്രൈസിസാണ്. ഓയിൽ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഓയിൽ ഇതര ഇന്ധനങ്ങളിലേക്ക് നമ്മൾ മാറണം. അങ്ങനെയാണ് ഈ ബാറ്ററി കാറുകളെ മോഡി EVനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. മറ്റേ 15 വർഷത്തെ ലിമിറ്റ് കൊണ്ടുവന്നു. ജനാധിപത്യം എന്ന് നമ്മൾ പറയുമ്പോൾ ജനാധിപത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ശക്തമായി ഭരണകൂടം രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടതായിട്ട് വരും. വിമർശിച്ചാലും മോദിയുടെ ആനുകൂല്യങ്ങൾ പറ്റി മുന്നോട്ട് അതാണ് മോഡിയുടെ വിജയം. അപ്പം ആളുകൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ചിന്തിക്കും, ഇയാൾ കൊണ്ടുവന്നു, ഇയാൾ അങ്ങനെ അല്ലല്ലോ ചെയ്തത്. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സ്ഥാനമേറ്റിട്ട് 12 വർഷം പിന്നിടുന്നു. റെക്കോർഡുകൾ നിരവധി അദ്ദേഹം സ്വന്തമാക്കി. പ്രതിപക്ഷം ഈ സമയം നോക്കുമ്പോൾ ദുർബലമായി കൊണ്ടുവരിക്കുന്നു. നോക്കാം നമുക്കിന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ നേട്ടങ്ങൾ, ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യത്തെ നേട്ടങ്ങളുടെ പട്ടികയിൽ ആദ്യത്തേതേത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ള നേട്ടങ്ങളിലേക്കൊക്കെ കിടക്കാം. അല്ല, പെട്ടെന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് ഇന്ത്യയുടെ ഔട്ട്ലുക്ക് മാറ്റി എന്നുള്ള, നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി. നമുക്കതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പ്രതിപക്ഷം പറയുന്നത് പറയും, ലോകരാജ്യങ്ങളെ നമ്മളുമായിട്ട് തെറ്റിപ്പിച്ചു, ഇന്ത്യൻ പാസ്പോർട്ടിനെയും വിലയില്ലാതായി. ഓക്കെ, ദേശീയമായും മതന്യൂനപക്ഷങ്ങളെ പ്രാന്തവൽക്കരിച്ചു, ഉത്തരേന്ത്യവൽക്കരിച്ചു, ദാരിദ്ര്യം അതിഭീകരമാവുന്നു, കണക്കുകൾ മറച്ചു വെക്കാനായി സെൻസസ് ഡാറ്റ പുറത്തുവിടുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ സ്ഥിരസ്ഥാനം. അതെ. അപ്പോൾ തെളിവ് ചോദിച്ചാൽ അവർ പറയും എന്താണ്, ഇൻ്റർനാഷണൽ കണക്ക് പറയും. പിന്നെ മൂന്നാളുണ്ടായി അംഗ ഇൻഡെക്സ് ഇന്ത്യ കൂടുതൽ പോയി, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഇത് സ്ഥിരം വിമർശനമാണ്, ഇങ്ങനെ ഉണ്ടാക്കി വെച്ച സാധനമാണ്. എന്തുകൊണ്ട് ഇൻ്റർനാഷണലി ഇന്ത്യ വെറുക്കപ്പെടുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം ഇന്ത്യയുടെ പാസ്പോർട്ടിൻ്റെ മൂല്യം കുറഞ്ഞു എന്നാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വായിച്ചാൽ മൂല്യം കൂടിയെന്ന്. ഓക്കെ, ഇതൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അവർ എന്ത് ചെയ്യുക, ചെറിയിപ്പിക്കുകയാണ്. എന്നിട്ട് അത് അവതരിപ്പിക്കുന്നു. ഈ കൂടിയത് അവതരിപ്പിച്ചില്ല. അത് ശേഖരഗുപ്തനെ പോലുള്ള ചില ആളുകളെ അവതരിപ്പിച്ചേ ഉള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണലി ഇന്ത്യ പിന്നെ ശത്രുവായത്? ഒറ്റത്തരേ ഉള്ളൂ, ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്നു. മുമ്പത്തെ കാലത്ത് സ്ഥിരമായി ഒരേ ഭാഗത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടത് ഇന്ത്യ, പെട്ടെന്ന് ഇന്ത്യയിൽ ഒരു കുത്തൊഴുക്കുണ്ടാകുന്നു, നിലപാടുകളിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് വെറുക്കപ്പെടുന്നത്. ഇനി മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ, ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതായത് ദുർബലനോട് നമുക്ക് തോന്നുന്നത് സഹതാപം. പിന്നെ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, ഒരു കൊട്ടേഷൻ എന്ന പോലെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യയെ അസേർട്ട് ചെയ്ത് തുടങ്ങി. ഇന്ത്യയെ അസേർട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഇന്ത്യ ഈസ് ബേസിക്കലി ഹിന്ദു രാഷ്ട്രം. ഹിന്ദു എന്ന് വെച്ചാൽ ആരാണ്? ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരും, അത് ഇന്ത്യ എന്നുള്ള സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന എല്ലാവരും ഹിന്ദുവാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സെമിറ്റിക് റിലിജൻ. അതാണ് ഒരു കൾച്ചറലായിട്ടുള്ള ഒരു കൊണോട്ടേഷനാണ്. ഇതൊക്കെ തന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം. ഗാന്ധിയൊക്കെ വിശ്വസിച്ചത് തന്നെയാണ്. പക്ഷേ ഗാന്ധി പറയുന്നത് വേറെ, RSS പറയുന്നത് വേറെ എന്നാണ് ഇവർ പറയുക. അവർ പറയുന്നത് മുസ്ലിങ്ങളെ ശത്രുവായി പ്രഖ്യാപിച്ചു, ക്രിസ്ത്യാനികളെ ശത്രുവായി പ്രഖ്യാപിച്ചു, കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനി RSS ശത്രുവായി പ്രഖ്യാപിച്ചു. മോഡി BJP കൊണ്ടാടുന്ന അതാണ്. പക്ഷെ അപ്പുറത്ത് ഇതേ ശത്രുവായി പ്രഖ്യാപിച്ചു അവർ തന്നെ ഇവരൊക്കെ സഹോദരങ്ങളാണ്, നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. അതൊരു കോമൺ സെൻസ് അല്ലേ? അപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഹിന്ദു അമേരിക്കക്കെതിരെ പ്രവർത്തിച്ചാൽ അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ കാര്യം, സെവൻത് ഡേ അഡ്വഞ്ചേഴ്സിനെ പോലെ ഇവിടുത്തെ ദേശീയ ഗാനം കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആളുകളെ വരെ നമ്മുടെ പൗരന്മാരെ അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അവരെയൊന്നും മോഡി ഒന്നും ചെയ്തിട്ട് ചെയ്യണം, ആദ്യം അവരെ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ അവർ ചെവി വെത്തും, പിന്നെ അവിടെ പോയി ജീവിച്ചാൽ പോലെ. അപ്പം അവരെയും കൂടി ഉൾക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. എന്തിനും പറയാമെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ സഹിക്കുന്നില്ല, ക്ഷമിക്കുന്നില്ല, കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയും. നമ്മൾ അമേരിക്കയുടെയും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെയും തന്നെ നമ്മൾ കരടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് അസേർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നുണ്ട്. ഈ അസേർഷൻ എങ്ങനെ വന്നു? മുമ്പ് നമ്മൾ ശരി ചേരാൻ നേരത്തിൻ്റെ കാലഘട്ടത്തിൽ ആ രീതിയിൽ സെൽഫായിട്ട് നമ്മൾ അസേർട്ട് ചെയ്തില്ല. നെഹ്റുവിൻ്റെ ആദ്യഘട്ടത്തിൽ. അത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യനെ ഇവർക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. ലോകമാധ്യമങ്ങൾ മൊത്തം ഗോവ നമ്മൾ പിടിച്ചെടുത്ത സമയത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് നെഹ്റുവിനെ പറ്റി. പിന്നെ വേറൊന്ന് ഇന്ദിരാഗാന്ധിയെ പറ്റിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ സെൽഫിനെ അസേർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം രാജീവ് ഗാന്ധി ഇന്ത്യ സെൽഫിനെ
ഈ കവേർട്ട് ഓപ്പറേഷൻ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലൊക്കെ നടത്തിയ രാജീവ് ഗാന്ധിയാണ്. പക്ഷേ സൈലൻ്റ് ആയിരുന്നു. ബാക്കി അതിനുശേഷം വന്ന ഒരാളും ഇൻക്ലൂഡിങ് വാജ്പേയി ഇന്ത്യനെ സെൽഫ് അസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിൽ വാജ്പേയി ആകപ്പാടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതായിരുന്നു, ആണവ പരീക്ഷണം നടത്തി. പിന്നെ വാജ്പേയിയെ സംബന്ധിച്ചിടത്തോളം പഴയ ട്രഡീഷൻ്റെ ഭാഗം കൂടിയാണല്ലോ. മോഡി എന്താണെന്ന് വന്നതെന്ന് വെച്ചാൽ സെൽഫ് അസേഷൻ നടത്താൻ ആദ്യം നിങ്ങൾ സ്വന്തം കാര്യം നിൽക്കണം. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ സെൽഫ് അസേഷൻ നടത്തി നെഹ്റുവിൻ്റെ കാലഘട്ടം നമുക്ക് മറ്റു വഴിയില്ലായിരുന്നു. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, റഷ്യനെ മറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബക്കാ നങ്കലാണെങ്കിലും ഹിരാക്കുഡ് ആണെങ്കിലും എല്ലാം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മറ്റു ശക്തികൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ഡിപ്പെൻഡൻസി മറ്റവൻ കസേര വലിക്കുമ്പോൾ നമ്മൾ വീഴും. ഇറാഖിനത് പറ്റിയിട്ടുണ്ട്, ഇറാനത് പറ്റിയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാന് പറ്റിയിട്ടുണ്ട്, പാകിസ്ഥാന് പറ്റിയിട്ടുണ്ട്. ഈ ലോകത്ത് എമേർജ് ചെയ്യുന്ന എല്ലാ നാഷൻസിനും ഇത് പറ്റിയിട്ടുണ്ട്. ജപ്പാന് പറ്റിയിട്ടുണ്ട്. ജപ്പാൻ എക്കണോമിക്കലി അവർ വളർത്തിയിട്ടുള്ളൂ. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ റോഡുകൾ ജപ്പാൻ കീഴടക്കി. അന്നപ്പോൾ തോഷിബ കമ്പനിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് ഈ 70s ജപ്പാനെ ഒരു മുട്ടുകുത്തിച്ചിരുന്നു. സൗദി അറേബ്യയിൽ ഫൈസൽ രാജാവിനെ അവർ വെടിവെച്ച് വന്നു. ഫൈസൽ രാജാവ് എന്ത് ചെയ്തു? അവരെല്ലാം കുടുംബത്തോടെ വെടിയെടുത്താൻ വാടകയ്ക്കെടുത്താണ് കൊല്ലിപ്പിച്ചത്. ഫൈസൽ രാജാവ് എണ്ണയുടെ ഈ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അമേരിക്കയിൽ ഭയങ്കര പ്രതിസന്ധി. വണ്ടികൾ കിലോമീറ്റർ അടക്കം കെട്ടിക്കിടക്കുന്നു, സാധനങ്ങളുടെ വില കൂടി. ഫൈസൽ രാജാവിനെ കൊന്നത്. പക്ഷെ അന്ന് കേട്ടത് പരിഷ്കരണം, സൗദി അറേബ്യയിൽ പരിഷ്കരണം കൊണ്ടുവന്നതിന് കൊലപ്പെടുത്തി എന്നുള്ള നരേറ്റീവ്. അത് നരേറ്റീവ്, ആ വേർഷൻ എങ്ങനെ വരിക? ഇപ്പൊ നരേന്ദ്രമോദിനെ കൊന്നാൽ എന്താണ് വേർഷൻ വരിക? ന്യൂനപക്ഷങ്ങൾ അടിച്ചാൽ മൊത്തം തന്നെ സംഭവം അതല്ല, അവരുടെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കാത്തതിനായിരിക്കും. മനസ്സിലായോ? അതങ്ങനെ വരുള്ളൂ. അപ്പം ഫൈസൽ രാജാവിനെ കൊന്നുകളഞ്ഞു. അപ്പം സ്വന്തം കാലിൽ നിന്നിലെ പ്രശ്നം ഇത് മോഡിക്കറിയാം, നെഹ്റുവിനറിയാം. നെഹ്റു അതാണ് പഞ്ചവത്സര പദ്ധതിയിൽ മൂന്നാമത്തെ സ്വയം പര്യാപ്തത. ഈ ഒന്നാമത്തത് കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത, രണ്ടാമത് വ്യാവസായിക രംഗത്തെ വളർച്ച, മൂന്നാമത് സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ്. അതന്നെ ഇത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ യുദ്ധം ഉണ്ടായി, ചൈനയായിട്ട് യുദ്ധം ഉണ്ടായി. ഇന്ന് നിങ്ങൾ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അടുത്ത് അമേരിക്കയിൽ നിന്ന് ഡീക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. അമേരിക്കയാണ് പറഞ്ഞത് ചൈനക്കാട് പോയി അടിച്ചോ, ഞങ്ങൾ സഹായിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാകുന്നു. പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന ആരാ? അമേരിക്ക. അപ്പോൾ നമ്മളെ സ്വയം പര്യാപ്തത ഇല്ലാതാക്കുക എന്നുള്ളത് ഇവർ, അല്ലെങ്കിൽ നേരെ മറ്റേ രണ്ടും അച്ചീവ് ചെയ്തു. കാർഷിക രംഗത്തും വ്യവസായ രംഗത്ത് നമ്മൾ മുന്നോട്ട് ചെയ്യും. ഈ സ്വയം പര്യാപ്തത തൊട്ടപ്പോൾ പണിയായി. ഇനി ഈ സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ റഷ്യ നമുക്കെതിരായിരുന്നു. കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ എയർക്രാഫ്റ്റുകളും മറ്റും മേടിക്കാൻ തുടങ്ങിയത് നമ്മളെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ടതിന് ശേഷം. നെഹ്റു ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിലാണ് ഈ സ്വന്തമായിട്ട് ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങി. അതിന് വരാൻ മാരുത്, ഡോക്ലാവാല യുദ്ധത്തിലൊക്കെ മാരുത് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. അത് ഈ അമേരിക്കയും റഷ്യയൊക്കെ ഈ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലും റോക്കറ്റ് ടെക്നോളജിക്ക് മുന്നിലെത്താൻ കാരണം ഹിറ്റ്ലർ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത സയൻറ്റിസ്റ്റുകളെ യുദ്ധാനന്തരം ഇവർ പിടിച്ചുകൊണ്ടുവന്നതാണ്. അങ്ങനെ അവരെ ഇന്ന് രക്ഷപ്പെട്ട ഒരാളെ നമ്മൾ നെഹ്റു ഇന്ദിരാഗാന്ധി അവരുടെ ടീമിലുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്നു, ഇന്ത്യയെ കൊണ്ടുവന്നു. അപ്പോൾ അയാളാണ് ഈ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് നിങ്ങൾ നോക്കും, ലോകത്തെ ഏറ്റവും ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസേ ഉള്ളൂ. ഈ 4. അപ്പോൾ 5ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ വരികയാണ്. ഫൈറ്റർ ജെറ്റ് സ്വന്തമായി ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മാരുതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ 1 മാക്ക് സ്പീഡേ ഉണ്ടായിരുന്നുള്ളൂ. 1 മാക്ക് പൂർണ്ണമായിട്ട് എത്തില്ലായിരുന്നു. അപ്പം അതിൻ്റെ എൻജിൻ്റെ ത്രസ്റ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ എൻജിൻ്റെ ത്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈജിപ്തിന് നല്ല എയർഫോഴ്സ് ഉണ്ട്. ഈജിപ്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈജിപ്തിൻ്റെ അവിടെ ഒരു ഹാങ്ങറിൽ ഇപ്പോൾ ഈജിപ്ഷ്യൻ സയൻറ്റിസ്റ്റുകൾ കൂടിയിട്ട് എൻജിൻ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 7th ഡേ വാർ ഉണ്ടാകുന്നത്. ഇസ്രായേൽ ആ ഹാങ്ങർ ബോംബ് ചെയ്തു. സത്യത്തിൽ ആ യുദ്ധം ഉണ്ടാക്കി തന്നെ ആ ഹാങ്ങർ ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതാണ് ഇസ്രായേൽ. എന്നാൽ ഈജിപ്റ്റും എന്ത് ചെയ്യും, ഇന്ത്യയും എന്ത് ചെയ്യും, ഈ സാധനം ഉണ്ടാക്കും ഫൈറ്റർ ജെറ്റ്. ഇപ്പം നമുക്ക് ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആലോചിച്ചു, നമ്മൾ എഞ്ചിൻ്റെ പാർട്സ് പല കാലങ്ങളും ഫ്രാൻസിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ്, തേജസിൻ്റെ. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് അതോടുകൂടി ആ പ്രൊജക്റ്റേ നമുക്ക് കളയേണ്ടി വന്നു. അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുക, നമ്മളതിൽ സ്വയം പര്യാപ്തം നേടും. ഇപ്പോൾ നമ്മൾ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റും ഉണ്ടാക്കും, എലോങ് വിത്ത് അമേരിക്ക ആൻഡ് ചൈന നമ്മളുണ്ടാക്കും. മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഏതുപോലെ നമ്മളെ ഈ സ്പേസ് ടെക്നോളജി മനസ്സിലായില്ലേ? അപ്പം അതോടുകൂടി നമ്മൾ ആ പരിപാടി നിർത്തി റഷ്യയിൽ നിന്ന് വൻതോതിൽ നമ്മൾ മേടിച്ചു തുടങ്ങി. റഷ്യ വന്നിട്ടുണ്ടാവും. ഇൻ്റലിജൻസ് അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഉള്ളിൽ പണി തരും. അതാണ് ജെയിംസ് ബോണ്ടിൻ്റെ കയ്യിൽ എപ്പോഴും പൂവുണ്ടാവും, പിന്നീട് ഒരു തോക്കും ഉണ്ടാവും. അതാണ് ഇൻ്റലിജൻസ്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ റഷ്യനെ ഡിപ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് വിമാനങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങി. അമേരിക്ക അല്ല, ഇവരെ കയ്യിൽ നിന്ന്, ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് ജാഗ്വാർ വിമാനങ്ങൾ വാങ്ങി.
കുറച്ച് മിറാഷ് വിമാനങ്ങൾ ഫ്രഞ്ചിൻ്റെ, എല്ലാവരും ഹാപ്പിയായി. പിന്നെ അതിനുശേഷം പിന്നെ ഒരുപാട് വാജ്പേയിൻ്റെയൊക്കെ സമയം നമ്മൾ സ്വയം രണ്ടാമത് ഈ പദ്ധതി തുടങ്ങി. അപ്പോൾ ഇത് 30 വർഷത്തെ ഡിലേ വന്നു. ഈ 30 വർഷം നമ്മൾ ഈ ആകാശം കൂടി നമ്മൾ കീഴടക്കേണ്ട സമയമായിരുന്നു. ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കി നമ്മൾ സമയം ജെറ്റ് വിമാനങ്ങളുണ്ട്, യാത്രാ വിമാനങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചില യാത്രാ വിമാനങ്ങളൊക്കെ HAL ഉണ്ടാക്കുന്നുണ്ട്, അത് പോരാ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വലിയൊരു കുതിച്ചുകാട്ടായിരുന്നു. അതിന് അവർ പല രീതിയിൽ തടസ്സം ചെയ്തു. അങ്ങനെ നെഹ്റുവിന് അന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് മോഡി എടുത്തിട്ട് പിന്നെ നിരന്തര യുദ്ധം. ഇന്ദിരാഗാന്ധിയുടെ സമയം പാകിസ്ഥാനായിട്ട് നിരന്തര യുദ്ധമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. യുദ്ധമാകുമ്പം നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരും, അത് സമയം കിട്ടില്ല. കറക്റ്റ്. വാജ്പേയിയുടെ സമയത്താകുമ്പോൾ കാർഗിൽ യുദ്ധം ഉണ്ടായി, അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇസ്രായേൽ നമ്മളായിട്ട് എടുക്കുന്നത്. ഈ സമയത്ത് ഇസ്രായേലിനുള്ള കൂടെ പണിയെടുക്കും. അമേരിക്ക അറിയാതെ ഈ ലോകത്തൊരു യുദ്ധം നടക്കില്ല. അമേരിക്ക അറിയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ പറയും. ഇസ്രായേൽ നമ്മളെ സുഹൃത്താന്ന് പറയുമ്പോഴും ഇസ്രായേൽ ഇതിൻ്റെയൊക്കെ പണിയെടുക്കും. അപ്പോൾ ഇന്ത്യനെ നമ്മളെ സഹായിച്ചു എന്നുള്ള ഇമേജ് ഉണ്ടാക്കണം, അങ്ങനെ ആ ബന്ധം ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കളി. അപ്പോൾ അവിടെയാണ് ഈ കളി മോഡി തിരിച്ചു കളിച്ചു. ഇസ്രായേലുമായിട്ട് നിങ്ങൾ നമ്മളവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരില്ലേ, അത് നമ്മളെ ഫ്രണ്ട്സ് ഓക്കെ സഹായിക്കും. ആ ടെക്നോളജിയൊക്കെ അങ്ങോട്ട് കൊണ്ട് ട്രാൻസ്ഫറൊക്കെ നടക്കുന്നുണ്ട്. റഷ്യയുടെ കയ്യിൽ നമ്മൾ ഡിമാൻഡ് വെച്ചു ടെക്നോളജി ട്രാൻസ്ഫർ വേണം. അപ്പം സർവ്വ മേഖലയിൽ നമ്മളിപ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാനുള്ള ഒരു അടിസ്ഥാനം ഇടുക. അത് വ്യവസായ രംഗത്താണ്. അത് ഇങ്ങനെ നീങ്ങണമെങ്കിൽ പൂർണ്ണമായും ഗവൺമെൻറ്റിന് മാത്രം പറ്റില്ല, മനസ്സിലായില്ലേ? ഗവൺമെൻറ് മാത്രം പറ്റില്ല. നമ്മൾ ഗവൺമെൻറ് അത്ര പൈസ ഇല്ല. ഗവൺമെൻറ് ഇവിടെ പാവങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് പ്രൈവറ്റ് സെക്ടർ വളരണം. അമേരിക്ക ഇസ്രായേൽ ഇത്രയും വളർന്നു വെച്ചാൽ അവിടുത്തെ പ്രൈവറ്റ് സെക്ടറിൻ്റെ വളർച്ചയാണ്. ഇപ്പം ബോയിങ് കമ്പനി, ഡഗ്ലസ് മുമ്പ് കമ്പനി ഉണ്ടായി, ബോയിങ് കമ്പനി, ലോക്കീഡ് മാർട്ടിൻ, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ. അവരാണ് അമേരിക്ക യുദ്ധവിമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇസ്രായേലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഫ്രാൻസിന് മാത്രം റഫേൽ അവിടെ ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. അത് യൂറോ ഫൈറ്റർ അവിടെയുള്ള ഗവൺമെൻറ്റുകളെല്ലാം കൂടി കമ്പനിയാണ്. അപ്പം അതർവൈസ് അമേരിക്കയാണ് കംപ്ലീറ്റ് പ്രൈവറ്റൈസ്ഡ് ആണ്. അതുപോലെ തന്നെയാണ് മറ്റേവരും ഇസ്രായേലും. അപ്പോൾ ഇവിടെ വലിയ മുതലാളിമാരും വലിയ മുതലാളിമാരും കടത്താനുള്ള ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മുതലാളിമാരാണോ? അതുകൊണ്ടാണ് അംബാനിനെ അദാനിനെ സഹായിച്ചത്. ഓക്കെ, അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ മുതലാളിമാരെ സഹായിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ താല്പര്യമാണ്. അങ്ങനെയുള്ള അപ്പം ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ടാറ്റ, അംബാനി, അദാനിയൊക്കെ മുതൽമുതൽ കടത്തും. അവർക്ക് ലാഭം കിട്ടണം, അത് അവർ പെർഫെക്റ്റായി ചെയ്തോളൂ. അതുകൊണ്ടാണ് അവർ കൂട്ടുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല. എല്ലാം ഈ പൊതുമേഖലയാക്കുന്ന IAS മുടിപ്പിക്കണം, അതാണ് അവരുടെ ആവശ്യം. എന്നിട്ട് തൊഴിലാളികളെ സമരം ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? അപ്പം ഈ രീതി സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന എല്ലാ മേഖലയിലും. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ക്രൈസിസ് അതാണ് ഓയിൽ ക്രൈസിസാണ്. ഓയിൽ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഓയിൽ ഇതര ഇന്ധനങ്ങളിലേക്ക് നമ്മൾ മാറണം. അങ്ങനെയാണ് ഈ ബാറ്ററി കാറുകളെ മോഡി EVനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. മറ്റേ 15 വർഷത്തെ ലിമിറ്റ് കൊണ്ടുവന്നു. അതെ. അപ്പം ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം എന്താണ് സുഖം? ഇപ്പം യുദ്ധം ഞാൻ EV ഉപയോഗിക്കുന്ന ആളാണ്. അവർ യുദ്ധം എന്നെ ബാധിച്ചിട്ടില്ല. എൻ്റെ കറണ്ട് ചാർജിൽ ആപ്പാടെ 1000 രൂപയുടെ വ്യത്യാസമില്ല. ഞാൻ 10,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ആളാണ്, മനസ്സിലായില്ലേ? അതുപോലെ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നു. അത് ഇനി ഇൻകേസ് ഒരു യുദ്ധം വന്നെങ്കിൽ ഗ്രിഡുകൾ നശിച്ചു പോയാൽ, ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം നമ്പന്മാർ ഈ കറണ്ടിൻ്റെ ഗ്രിഡിനാണ് ആദ്യം ആക്രമിക്കുക, ഇലക്ട്രിക് ഗ്രിഡിന്. അതിനെ മറികടക്കാനാണ് സോളാർ. അതെ. അങ്ങനെ ഇതാണ് ചൈന ചെയ്തിട്ടുള്ളത്. ചൈന ഒരു ആണവായുധ യുദ്ധം വന്നാൽ നശിക്കില്ല. അവരത് 3rd ലൈൻ ഫാക്ടറീസ് ഉണ്ട്, തുർക്ക്മെനിസ്ഥാൻ സ്റ്റൈൽ. അവിടെ ആണവായുധങ്ങൾ പോലും ഏൽക്കില്ല. മലഞ്ചെരുവുകളിലൊക്കെയാണ് ഈ ഫാക്ടറി നഗരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പറ്റില്ല. ചൈന അന്നേ അങ്ങനെ ആസൂത്രണം ചെയ്തു. പക്ഷേ നമുക്കിത് പറ്റും, സ്വയം പര്യാപ്തത. അതെ, മനസ്സിലായോ? അപ്പോൾ ഈ ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ. അതെ. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ടെക്നോളജി സാർവത്രികമാക്കാനുള്ള ശ്രമം. പിന്നെ അതുപോലെ രാജ്യത്തെ തകർക്കുന്ന സോഴ്സിനെ അതിൻ്റെ വേരുകൾ കണ്ടെത്തുക, അതാണ് നോട്ട് നിരോധനം. നോട്ട് നിരോധനം നമ്മൾ ഇത്ര പൈസ അല്ല തിരിച്ചെത്തിയില്ല, പരാജയം ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് വേറെ അജണ്ട. അപ്പുറത്ത് പാകിസ്ഥാൻ തകർന്നു. കാരണം ഇന്ത്യൻ കൗണ്ടർഫീറ്റ് കറൻസി അടിച്ച് അതിൻ്റെ പുറത്ത് സാധനങ്ങൾ മേടിച്ചു, അത് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്തു. അങ്ങനെ പമ്പ് ചെയ്തിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന കുറേ മുസ്ലിം നക്സൽ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റുകളുണ്ട്. മറ്റേ ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഇവർ പൈസ കൊടുക്കണ്ടല്ലോ, അത് അമേരിക്ക കൊടുക്കല്ലോ. ഓക്കെ. അപ്പോൾ ഇവരെ സഹായിച്ചിട്ട് ഇവിടെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള പരിപാടി. ഈ പരിപാടി നോട്ട് നിരോധനത്തോടും ഇല്ലാതെ ഇത് നിങ്ങൾ എവിടെ നോക്കിയാൽ പിടിക്കില്ല. ഇവന് ഈ നോട്ട് കൊണ്ട് ബാങ്കിൽ പോയി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ബാങ്കിൽ വരില്ല. ബാങ്കിൽ ഇവിടെ പാവപ്പെട്ട ഉണ്ടിയക്കാരായിട്ടുള്ള പൈസ ബാങ്കിൽ വരുള്ളൂ, കള്ളപ്പണം വരുള്ളൂ, അല്ലെ വരാതിരിക്കുള്ളൂ. ഇത് പിന്നെ എന്ത് ചെയ്യും? ഗവൺമെൻറ് നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു ഈ പൈസ. നോട്ട് നിരോധനമാണ് സത്യത്തിൽ അതിനുശേഷം ടെററിസത്തിൻ്റെ ഇമ്പാക്റ്റ് കുറവാണ്. പിന്നെ വലിയ 2 പൊട്ടിച്ചു എന്നല്ലാതെ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. കാശ്മീരിൽ എന്തുകൊണ്ടാണ് വലിയ വിഷമങ്ങൾ ഉണ്ടാവാത്തത്? എന്നിട്ടാണ് പിന്നെ കാശ്മീരിനെ എന്ത് ചെയ്തു? സംസ്ഥാന പദവി എടുത്തു മാറ്റിയത്. ഇത് വളരെ ആസൂത്രിതമായി ചെയ്തു. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണം. ആദ്യം ചെയ്യേണ്ടത് സ്വയം പര്യാപ്തത ഉണ്ടാവുക,
രണ്ടാമത്തത് നമ്മളെ തകർക്കുന്ന ശത്രുക്കളുടെ അവർക്ക് വരുന്ന സോഴ്സുകൾ അടയ്ക്കുക എന്നുള്ളത്. ഇത് രണ്ടും ചെയ്തപ്പം അമേരിക്കയ്ക്കും ഒക്കെ മനസ്സിലായി മോഡിയെ നമ്മളെ കൈ കിട്ടില്ല. റഷ്യയ്ക്കും അറിയാം ഒരു ഘട്ടം എത്തുമ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും. ഇപ്പം തന്നെ സ്പേസ് ടെക്നോളജി ചെയ്തു തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ തന്നെയാണ് അടി കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെയുള്ള കുറേ ആളുകൾ സ്വാധീനിച്ചായിരിക്കാൻ നമ്മളവിടെ കുറേ മിഷൻസ് അടുത്ത് പാളി. അതിനിപ്പോൾ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഒരു കാര്യമില്ലാതെ പാളിയാണ്. കാരണം 100 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ച് നമുക്ക് 20 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കുമ്പോൾ എങ്ങനെ പറിച്ചു പറ്റുക? കറക്റ്റ്. അതിനുള്ള അത് ഫാക്ടർ 10% താഴെയാണ്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ചില എലിമെൻറ്റ്സ് ഇപ്പോഴും ഉണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിൽ ആ ലെഗസി വേറുന്ന എലിമെൻറ്റ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉണ്ട്. അതിനെ കൂടി വീഡ് ഔട്ട് ചെയ്യണം. നല്ല ശ്രമം തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് മോഡി അമേരിക്ക വഴി ഒരു ഉപഗ്രഹത്തെ മുകളിലോട്ട് വിട്ട് ആ പണി ചെയ്യിപ്പിച്ചത്. നമ്മളെ GPS പോലുള്ള സംവിധാനം മുകളിൽ വിടാനുള്ള ഉപഗ്രഹങ്ങളാണ് അന്ന് തകർത്ത് കളഞ്ഞത്. പകരം വേറെ സ്ഥാനത്ത് വിട്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ പിന്നെ ഇങ്ങേർക്ക് വേറെ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇങ്ങേർക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ, അവിടെയാണല്ലോ ആളുകൾ കയറി പിടിക്കുക. ഇങ്ങേർക്ക് വേറെ നോക്കാനില്ല. ഇങ്ങേർക്ക് ഈ രാജ്യം ഹിന്ദു എന്നുള്ള ഒറ്റ താല്പര്യമേ ഉള്ളൂ. അപ്പം ഇന്ത്യ സെൽഫായിട്ട് അസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് റിയൽ ശക്തിയുള്ളപ്പോൾ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുള്ളൂ. ജപ്പാൻ ആർക്കും വലിയ ബഹുമാനം ലോകത്തില്ല. ജപ്പാനൊരു വിസ്മയമുണ്ട് ഇങ്ങനെയൊക്കെ ടെക്നോളജി രൂപപ്പെടുത്തുന്നത്. ഇപ്പം ജപ്പാനല്ല, ഇപ്പം ചൈനയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ജപ്പാനിന് സൈനിക ശക്തിയില്ല? എന്നാൽ ചൈനയെ പേടിയുണ്ട്. ചൈനയ്ക്ക് സൈനിക ശക്തിയിൽ ചില കാര്യത്തിൽ അവർ ടെക്നോളജി അമേരിക്കനെ മറികടക്കുന്ന രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രോണുകളുടെ ഷിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശത്ത് വലിയൊരു വിമാനം, അതിന് ഡ്രോണുകളാണ് പോകുന്നത്. ആ രീതിയിലുള്ള ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോബോട്ടിക്സിലൊക്കെ അവർ ഒരുപാട് മുന്നിലാണ്. പക്ഷേ അമേരിക്ക ഇസ്രായേൽ അവർ കടപിടിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചൈനയെ പേടിക്കുന്നത്? ചൈന സൈനിക ശക്തി കൂടിയാണ്. എന്തുകൊണ്ട് ജപ്പാനെ നിങ്ങൾ പേടിക്കുന്നില്ല? ഇന്ത്യയോട് ജപ്പാൻ തോറ്റു. ജപ്പാൻ സൈനിക ശക്തിയല്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രതിരോധ രംഗത്തെ നമ്മുടെ ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവർ നമുക്ക് തന്നിരുന്നത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സൈനികർക്ക് തന്നെ ഒരു ആത്മാഭിമാനം, ആത്മവിശ്വാസവും വർദ്ധിച്ചതായി പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം സൈനികർക്ക് എപ്പോഴും വേണം ഒന്ന് പിന്തുണ കിട്ടണം. അതെ. രണ്ട്, ഞങ്ങളെ കൂടെ ഒരാളുണ്ട് എന്നുള്ളത്, വെറുതെ വന്ന് ഫോട്ടോ എടുത്ത് പോകല്ല, ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ വരണം. രണ്ട്, അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഫീൽ ഉണ്ടാവും. ഇത് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും, നമ്മളവിടെ പോയിട്ട് യുദ്ധസന്നാഹം കരുതി തിരിച്ചു പോരും. പ്രധാനമായിട്ട് കാശ്മീരിലെ സൈനികരുടെ കുട്ടികൾ പോകുന്ന, കുടുംബം പോകുന്ന വണ്ടിയിൽ ഇതിൽ ബോംബ് വെച്ചു. ആ സമയത്ത് നമ്മൾ യുദ്ധത്തിന് പോകേണ്ടതായിരുന്നു, പോയില്ല. ആ പട്ടാളക്കാരൻ എങ്ങനെ ആത്മാഭിമാനം ഉണ്ടാവും? പിന്നെ രാജ്യത്തിൻ്റെ യശസ് ശരിയായ അർത്ഥത്തിൽ വർദ്ധിക്കുമ്പോഴാണ് പട്ടാളക്കാരെ സന്തോഷിക്കുള്ളൂ, അല്ലാതെ ഫേക്കായിട്ട് വർദ്ധിച്ചിട്ട് കാര്യമില്ല. അപ്പം പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം രാജ്യം അവനറിയാലോ ഏതാണ് ഫേക്ക് വിജയം. പലപ്പോഴും പട്ടാളക്കാരൻ്റെ കൈ കെട്ടിയിട്ട പോലെ ആക്ട് ചെയ്യാൻ സമ്മതിക്കില്ല, ഇൻ്റലിജൻസിന് ആക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോരുന്നു. നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ നോട്ടിൻ്റെ അച്ചുകൂടങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ സിസ്റ്റത്തിനുള്ളിൽ ചോരുന്നു. ഇവിടെ ഒരുപാട് പെട്ടെന്ന് റിച്ചായ ആളുകളുണ്ടാവും. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നിയന്ത്രിക്കുന്നത് മാഫിയ ഗുണ്ടകളാണ്. അപ്പോൾ ഇതിനെല്ലാം തകർക്കേണ്ടിയിരുന്നു. അത് പട്ടാളക്കാരനറിയാം. അതെല്ലാം ഓരോന്നായി തകർക്കുന്നു, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടുന്നു. കറക്റ്റ്. പിന്നെ പട്ടാളക്കാരന് അതായത് അഗ്നിവീർ സംവിധാനം വേണം, എങ്കിലേ പുതിയ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലെ പുതിയ ഈ പെൻഷനും ഇതുമായിട്ട് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ പക്ഷേ ഈ അഗ്നിവീറിൻ്റെ വിഷയത്തിൽ കുറേയേറെ വിമർശനം ഉയർന്നിട്ടുണ്ട്. കാരണം ഈ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ സൈനിക സേവനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അവസാനിക്കുന്നു. ആ ഒരു സൈനികന് ലഭിക്കേണ്ട പൂർണ്ണമായിട്ടുള്ള ഒരു സർവീസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ അസംതൃപ്തരാകുന്നു. ഇങ്ങനെ കുറേ വിഷയങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ട്. അല്ല, അതാ എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ ഗവൺമെൻറ് ജോലി മാത്രമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. ഇപ്പം അതല്ല, വൈവിധ്യവൽക്കരണം വന്നു. ഇഷ്ടംപോലെ പ്രൈവറ്റ് സെക്ടർ, അല്ലെങ്കിൽ സോഷ്യലിസം പോലെ ചൈന ടൈപ്പ് സിസ്റ്റം പോകണം. പക്ഷേ ചൈനയെ പോലും ക്യാപിറ്റലിസം വന്നപ്പോഴാണ് രക്ഷപ്പെട്ടത്, അല്ലാതെ സോഷ്യലിസം കൊണ്ടല്ല രക്ഷപ്പെട്ടത്. ഓക്കെ. ക്യാപിറ്റലിസം പ്ലസ് ഫാസിസമാണ് ചൈനയിൽ. ഫാസിസം ഒരു കണക്കിന് നല്ലതാണ് ഈ കാര്യം, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊക്കെ. അതിൻ്റെ കൂടെ അവരുടെ ക്യാപിറ്റലിസം കൂടി വന്നു. മനസ്സിലായോ? പിന്നെ ചൈനയിലൊരു ശത്രുക്കളൊക്കെ ഓൾറെഡി അവർ വീഡ് ഔട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഫാസിസം ഗുണമെന്ന് പറഞ്ഞു വെച്ചാൽ കൺട്രോൾ ഉണ്ടാകും ഗവൺമെൻറ്റിന്, അതായത് വേറെ അർത്ഥത്തിലല്ല. മാത്രമല്ല ഇവിടെ പലരും ഭരിക്കുന്നത് ഫാസിസ്റ്റുകൾ തന്നെയാണ്. ഫാസിസം കുറ്റം പോയ അവർ ഫാസിസ്റ്റുകളാണ്. ഞാൻ പലപ്പോഴും പറയാനുണ്ട്, ജീസസിനെ ആരാധിക്കുകയും ചെയ്യും, ഉള്ളിൽ യൂദാസ് ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ ജീസസ് ആണോ യൂദാസ് ആണോ ശരിക്കും വെച്ചാൽ യൂദാസ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അതേപോലെയാണ്. അപ്പം ഈ പറയുന്ന പോലെ അവിടെ ഗവൺമെൻറ് ജോബാണ് ആളുകളുടെ പണ്ടത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇപ്പം മാറി. അമേരിക്ക ഒന്നും ഗവൺമെൻറ് ജോബല്ല. അപ്പോൾ അവിടെ പ്രൈവറ്റ് സെക്ടറാണ് ഇനിയിപ്പം കൂടുതലായി തൊഴിലവസരങ്ങൾ നൽകുന്നത്. അതിന് കോമ്പിറ്റൻസി വേണം. ഓക്കെ. അതിന് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരണം. അതാണ് പുത്തൻ വിദ്യാഭ്യാസ നയം. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. സ്കിൽ ഡെവലപ്പ്. ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം അല്ല. അപ്പോൾ അവർക്ക് ആ മേഖലയിൽ ജോലി കണ്ടെത്താൻ പറ്റും. രണ്ട്, സൈനിക പരിശീലനം കിട്ടിയ ഒരാൾ നാട്ടിൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാജ്യത്തിന് ഒരു
റിസർവ് ബറ്റാലിയൻ ഉണ്ടാവുകയാണ് അത്യാവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ. ഓരോ ഗ്രാമത്തിലും വളരെ യങ്ങായിട്ടുള്ള ഒരു 3-4 സൈനികരുണ്ടാവും. അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാം. ആ നാട്ടിലൊരു ഭീഷണി വന്നാൽ അവർക്ക് നേരിടാൻ പറ്റും. ഈ ലോക്കൽ ഗുണ്ടകൾക്ക് എന്ത് പരിശീലനം കിട്ടിയിട്ട് അവന്മാർ നാട്ടുകാരുടെ പേടിയും അവരുടെ ഈ അടിക്കാനുള്ള ശേഷിയില്ലായ്മയും കൊണ്ടാണ് അവർ ഗുണ്ടകളാവുന്നത്. ഇത് സൈനിക പരിശീലനം കിട്ടി 4 ആളൊരു ഗ്രാമത്തിലുണ്ട്. അവരെ കൺട്രോൾ ചെയ്യാനൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇനി ഗുണ്ടകൾ ഉണ്ടാവില്ല. കാരണം ഈ ഗുണ്ടകൾക്ക് അയാളെ മുന്നിൽ നിൽക്കാൻ പറ്റും. സൈനിക പരിശീലനം കിട്ടിയ ആളെ മുന്നിൽ നമ്മുടെ പാവം പട്ടാളക്കാരൻ്റെ കാര്യം നോക്കണ്ട, നിൽക്കാൻ പറ്റും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വയം തന്നെ ക്രമസമാധാനം ഉണ്ടാവും. 2 ഈ സപ്പോർട്ട് കിട്ടിയ ഈ പരിശീലനം കിട്ടിയ ആളുകൾക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അത് വെച്ച് സംരംഭങ്ങൾ തുടങ്ങാം, അല്ലെങ്കിൽ ഫർദർ വിദ്യാഭ്യാസം നേടാം. അങ്ങനെ പല മേഖലയ്ക്ക് പോകാനുള്ള വാതായനങ്ങളാണത്. അവർക്ക് തന്നെ സംരംഭകരാകാം. പക്ഷേ ഇവർ വഴിതെറ്റി വല്ല ഗുണ്ടാ ടീമിലൊക്കെ കയറാൻ പറ്റാൻ നോക്കണം. അതിനുള്ള സിസ്റ്റം ഉണ്ടാവും. അല്ല ഒന്നും കാണാതെ മോടിയൊന്നും തുടങ്ങില്ലല്ലോ. ഓക്കെ, അപ്പോൾ പ്രതിരോധ രംഗത്ത് അത്തരത്തിലുള്ള ശക്തമായൊരു സർജ് പ്രതിരോധമാണ് ഇമ്പോർട്ടൻസ്. പ്രതിരോധ രംഗത്ത് അത്ര നിലപാടെടുത്തോണ്ടാണ് ഇന്ത്യക്ക് ശത്രുക്കൾ കൂടുന്നത്. കാരണം അവരെ കയ്യിൽ കിട്ടുന്നില്ല നമ്മളെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ. അവർ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ഈ പറഞ്ഞ അതിൻ്റെ മുമ്പ് നടത്തി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനെ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് വെച്ച് തകർക്കുന്ന ആളുകളെ വീഡ് ഔട്ട് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തകർക്കുമല്ലോ. അവരെ വീഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വീഡ് ഔട്ട് ചെയ്തു എന്നുള്ളത് അതാണ് ഇതിൻ്റെയൊക്കെ വിജയത്തിന് കാരണം. നോട്ട് നിരോധനമാണെങ്കിലും വീഡ് ഔട്ട് ചെയ്തു. 2 ഈ പ്രതിപക്ഷം അതുപോലെ പത്രമാധ്യമങ്ങൾ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റും. ആർക്ക്? ഈ ഇൻ്റർനാഷണൽ ലോബിക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇൻ്റർനാഷണൽ ലോബി പാകിസ്ഥാനോ ചൈനയോ മാത്രം വിചാരിക്കേണ്ട. പാകിസ്ഥാനൊക്കെ ശരിക്കും മറ്റുള്ള കയ്യിൽ ആയുധം മാത്രമാണ്. ചൈന ആയുധമല്ല, അവർക്ക് നിലപാടുണ്ട്. പക്ഷേ ഇന്ത്യ നേരിട്ട യുദ്ധത്തിനിപ്പോൾ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് വളരണം. അപ്പം ബാക്കി അമേരിക്ക ഇവരാണെങ്കിലും ഇവരൊക്കെ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവരറിഞ്ഞോ അറിയാതെയോ ഫണ്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ മക്കൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വലിയ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് മക്കൾക്ക് അമേരിക്കയിൽ വലിയ പ്ലേസ്മെൻറ്റ്. പലരും ഏവറേജ് ആണല്ലോ. പലരും സുഹൃത്തുക്കൾ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടുന്നു. ഇവിടെ വലിയ നടന്മാർക്ക് പോലും ഗ്രീൻ കാർഡ് കൊടുക്കുന്നില്ല. ഷാരൂഖ് ഖാനൊക്കെ പോയാൽ 10 ചെക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊന്നും ആരും അറിയില്ല എന്നവരൊക്കെ വിചാരം. ഒരു പരിധിവരെ എല്ലാവരും പറ്റിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ വലിയ നേതാക്കന്മാരുടെ മക്കൾ വല്ല അമേരിക്കയിലാണ്. അവരുടെ കൈകൊണ്ട് മാത്രം ഒന്നും പോയതല്ല. അത് പല ഏവറേജ് മക്കളുമാണ് അമേരിക്കയിൽ വലിയ പോസ്റ്റ് ഇരിക്കുന്നത്. അവരെ വെച്ച് അവർ കൺട്രോൾ ചെയ്യും. ഇത് നടക്കുന്നില്ല. അപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ, ഭാര്യമാർ, ഇത് മോഡി കറക്റ്റ് ചെയ്തു. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? മാറ്റി, അല്ലെങ്കിൽ അവരെ സർവൈലൻസിന് നിർത്തിയിരിക്കുകയാണ്. അപ്പം അവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ നമ്മൾക്കെതിരെ തിരിയുന്നു. ഇതാണ് സംഭവം. മറ്റ് സഹതാപായിരുന്നു നമ്മളെ കയ്യിൽ. സഹതാപം നമ്മളെവിടെ എത്തിക്കില്ല. മനസ്സിലായില്ലേ? നമ്മളെ സമനാവണം. ഇപ്പം നമ്മളെ സമനാണ്. നമ്മളെ വോയിസ് ഉണ്ട്. അത് തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട്. ആ ശേഷി നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. അപ്പോൾ അത്തരത്തിൽ അത് പ്രതിരോധ മേഖല, സ്വയം പര്യാപ്തതയുടെ കാര്യം പറഞ്ഞു. ഇനി മുന്നിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാൻ എത്രത്തോളം പ്രാപ്തി നേടിയിട്ടുണ്ട്? അതായത് ഇനിയുള്ള ദിവസങ്ങൾ, മുന്നിലുള്ള വഴി മോദിയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? അല്ല, മോഡി ഒരേ സമയം 2 ഭീഷണി ഒരുപാട് നേരിടും. ഒരു പ്രധാനമന്ത്രി നേരിടാത്ത രീതി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി നേരിട്ടതിന് ശേഷം ഇതുപോലെ ഭീഷണി ആരും നേരിട്ടിട്ടില്ല. ഇന്റേണലി അതിശക്തമായിട്ടുള്ള കട്ടിങ് സൗത്ത് പോലുള്ള സാധനങ്ങളുണ്ട്. അവരൊന്നും ആയുധം എടുത്തിട്ടല്ല, ഇൻ്റലക്ച്വലാണ്. വിജയുടെ വിജയം അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡി അതിന് ഉദാഹരണമാണ്. കറക്റ്റ്. ഇത് ഞാൻ പറയുമ്പോൾ ആലോചിക്കണം, എന്തുകൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടി ആന്റണി കേരളത്തിന് മുഖ്യമന്ത്രിയാണ് അവരെ പറയുന്നില്ലല്ലോ. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സെക്യുലർ പ്രോസസ്സാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്ത പ്രോസസ്സാണ്. ഓക്കെ, അതായത് ആയുധമെടുക്കാതെ കട്ടിംഗ് സൗത്ത് പോലെ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള, രാജ്യത്തിൻ്റെ അഖണ്ഡത, ഐക്യം തകർക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. അത് ഇങ്ങനെയാണ്. ഈ പറയുന്നതിൻ്റെ മതിൽ അവർ ഈ മതപരമായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് ശ്രമം നടക്കുന്നുണ്ട്. ഇവാഞ്ചലിസ്റ്റുകൾ തന്നെയാണ് ഈ നോർത്ത് സൗത്ത് എന്നുള്ള ഡിവൈഡ് ഉണ്ടാക്കി അത് കത്തിച്ചു. അത് ഞാൻ ദ്രവീഡിയൻ മൂവ്മെൻറ്റ് ഏറ്റെടുത്തത്. ആദ്യം അവർ DMKയുടെ വണ്ടിയിൽ സഞ്ചരിച്ചു, പിന്നെ സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അത് മറ്റു സ്ഥലങ്ങളിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഹബ്ബ് കേരളമാണ്. കേരളത്തിൽ നിന്നാണ് ഈ പറഞ്ഞ പാസ്റ്റർമാർ എൻ്റെ പങ്കും പോകുന്നത്, ഉത്തരേന്ത്യയിലൊക്കെ പോകുന്നത്, അല്ലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, കത്തോലിക്കരല്ലേ മറ്റൊരാളാണ് ഇവാഞ്ചലിസ്റ്റുകൾ. ഇങ്ങനെയുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ഭീഷണി വളരെ ഇവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഈ മുസ്ലിം തീവ്രവാദത്തെ നക്സലിസത്തിൽ നിന്ന് അമേരിക്ക സപ്പോർട്ട് ചെയ്യില്ല. നേരിട്ട് ഉള്ളിൽ കൂടെ ഫണ്ട് ചെയ്യും. പാകിസ്ഥാൻ വഴിയും ചൈന വഴിയും നേപ്പാൾ വഴിയൊക്കെ ഫണ്ട് ചെയ്യും. ഇവരെ നേരിട്ട് അവർ കുറേ വഴിയൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് അവരുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ മോഡി വന്നതിന് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മോഡി വന്നതിന് ശേഷം എത്രമാത്രം ഇൻ്റർനാഷണൽ ജേർണൽ ഇന്ത്യയിൽ സെക്യുലറിസം തകരുന്നു, പത്രസ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉണ്ടാകുന്നു. ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് അവരുടെ കാലഘട്ടത്തിൽ. കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടോഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അനുഭവം വേണ്ടിയ ശാസ്ത്രജ്ഞൻ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് അവർ. കമ്മ്യൂണിസ്റ്റ് ഗൾഫിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രമാധ്യമം ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കിസിംഗർ. പിന്നെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മളെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതെന്താ വലിയ തെറ്റ്, അപരാധം.
കാട്ടവരാകും. ഇവർ ചെയ്താൽ മഹത്ത, അതങ്ങനെ ശരിയാവുക. മനസ്സിലായില്ലേ? അതുപോലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ കൂടി വരുന്നു. സംഭവം എന്താണ്? അപ്പോൾ നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം കുറവാണ് ഇന്ത്യ മുൻകാലങ്ങളെ അപേക്ഷിച്ച്. അതിപ്പോൾ ഹങ്കർ ഇൻഡെക്സ് തന്നെയുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് നോക്കുമ്പോൾ UN കണക്കനുസരിച്ച് ദാരിദ്ര്യം കുറയുന്നുണ്ട്. പക്ഷേ ടൈം എടുക്കും. ഈ വലിയ സിസ്റ്റത്തെ, ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ, ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള രാജ്യത്തെ ഒന്ന് മറക്കണമെങ്കിൽ ഇത്രയും കാലം ഇവന്മാർ ഈ സിസ്റ്റം മൊത്തം കട്ടുമുടിക്കുകയായിരുന്നു. ആ ചോർച്ച കുറച്ച് കൊണ്ടുവന്ന് പ്രൈവറ്റ് സെക്ടറിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു 25 വർഷമെങ്കിലും എടുക്കും. അതാണ് ഇപ്പം മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ചിലരൊക്കെ ഒന്ന് ഈ ഭീഷണി, ഒന്ന് പുറത്തുനിന്നുള്ള ഈ ഭീഷണി, ഈ രണ്ട് ഭീഷണിയും ഒരേ സമയം. പണ്ട് ഇന്ത്യ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചോ, ഇന്നിപ്പോൾ ഇന്ത്യനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇങ്ങനെ ഇന്ത്യ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ അടുത്ത സോവിയറ്റ് റഷ്യ എന്നുള്ള പേടി അവർക്കുണ്ട്. അത് ട്രംപ് തന്നെ എവിടെ പറഞ്ഞതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ വരുമ്പോൾ ഏത് വിധേനയും തകർക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ആയുധമെടുക്കാതെ തകർക്കാനുള്ള നീക്കം, ഒപ്പോസിഷനിലുള്ള, അതായത് ഒപ്പോസിഷൻ പാർട്ടികളിലുള്ള നേതാക്കളെ പരീക്ഷണമാണ്, വിട്ടുനോക്കിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകും. എതിർ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടെന്നൊക്കെ ചില ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഉണ്ടാവുമല്ലോ. ഓൾറെഡി ഉണ്ട്. അവർ പിന്നെ അല്ലാണ്ട് സിസ്റ്റത്തിൽ ഇത്തരം വന്ന് ചോർച്ച എങ്ങനെ വന്ന് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ട് സിസ്റ്റത്തിൽ ചോർച്ച വരുമ്പോൾ ജനങ്ങൾ അസംതൃപ്തരായിരിക്കും. അപ്പോൾ അവർ രക്ഷകനെ തേടും. ആ രക്ഷകനെ ഇവർ കൊടുക്കും. പാർട്ടി ആയിട്ട് അത് ഇതായിട്ടും അവന്മാരോട് ചോളാക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ പെട്ടെന്ന് പിന്നെ അടുത്ത ഘട്ടം, മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ് സ്വന്തം രാജ്യം വേണമെന്നുള്ള വരും. ഇഷ്ടമോ വാദം വരും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. പലപ്പോഴും നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പ്രത്യേകം ഹാൻഡ് പിക്ഡായി നിയമിച്ചിട്ടുള്ള കുറേയേറെ മന്ത്രിമാരുണ്ടല്ലോ, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ജയശങ്കർ പോലുള്ള വിദേശകാര്യ മന്ത്രിയുണ്ട്. ഇവരൊക്കെ ചുട്ട മറുപടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു കരണത്ത് അടി കിട്ടിയാൽ മറുകരണം കാണിക്കുന്നത് UN പെർഫോം ചെയ്ത പാകിസ്ഥാനികളാണ്. അതിന് പാകിസ്ഥാൻകാർക്ക് അവിടെ അയക്കുന്നവർ നല്ല ഇംഗ്ലീഷായിരുന്നു. പാകിസ്ഥാനിലെ എലീറ്റ് വന്ന മൊത്തം ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജാണ്. അവരാണ് ഇന്ത്യയിലെ പോലെ അവിടെ സിവിൽ സർവീസൊന്നും അത്ര നമ്മളെ പോലെ ജനാധിപത്യവൽക്കരിച്ചിട്ടൊന്നുമില്ല. നമ്മളവിടെ ആർക്കും എനിക്ക് വേണമെങ്കിൽ ചോദിച്ചില്ല സിവിൽ സർവീസിൽ. പക്ഷേ മറ്റ് നല്ല ഇംഗ്ലീഷ് എടുത്ത് നല്ല ഗംഭീര ഇമ്മാൻഖാനെ പോലുള്ള ടീമാണ്. അവർ അവിടെ പോയിട്ട് പറയും നമ്മൾ പലപ്പോഴും ഹെൽപ്ലെസ് ആയി നിന്നുമായിരുന്നു. അപ്പോൾ അതല്ല, നമ്മൾ ചൂസ് ചെയ്ത് വിട്ടു, നല്ല പിള്ളേരെ വിട്ടു, എന്തും പറയാൻ മടിയില്ലാത്ത നല്ല ഇംഗ്ലീഷ് അറിയാവുന്നു, മുടി വിട്ടതാണ്. മറ്റേ മര്യാദ ഒന്നും ഇപ്പം നമ്മൾ നോക്കുന്നില്ല. അങ്ങോട്ട് മര്യാദയില്ല, പിന്നെ അങ്ങോട്ട് മര്യാദയാണ്. അതെ. അല്ല, പല കാര്യങ്ങളിലും ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ എക്സ്പേർട്ടിനെ പണ്ട് നട്വർ സിംഗിനെ നിയമിച്ചിരുന്നു. പക്ഷെ കാര്യമില്ല, നട്വർ സിംഗ് ഈ പറയുന്ന കൊയിലൂത്തുകാരനാണ്, കോൺട്രാക്ടറാണ്. പക്ഷെ ഇത് ഈ ജയശങ്കർ അങ്ങനെയല്ല. അതെ. അതുപോലെ തന്നെ തമിഴ്നാട് ഇങ്ങനെ അതിശക്ത ആൻറ്റി ഈ ഇന്ത്യ വികാരമുണ്ടെങ്കിൽ പോലും അവിടെ ഒരു സൂപ്പർ എലീറ്റ് ഉണ്ട്. അത് ഭയങ്കര പ്രോ ഇന്ത്യനാണ്. അതിൽ പെട്ടതാണ് ജയശങ്കർ. യെസ്. അല്ല, അതുപോലെ തന്നെ അദ്ദേഹം കഴിവുള്ളവരെ കൃത്യമായി ഓരോ കാര്യങ്ങൾ നിയോഗിക്കാനും. സുരേഷ് ഗോപിനെ എങ്ങനെ നശിപ്പിക്കണ്ടായിരുന്നു. അല്ല, ശശി തരൂരിനെ നിയമിച്ച കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് പ്ലേസ് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായി പ്ലേസ് ചെയ്തു. അല്ല, അത് നരസിംഹറാവും ചെയ്തിരുന്നു. ഈ കാശ്മീർ വിഷയത്തിൻ്റെ ഡിബേറ്റിന് വാജ്പേയിനെയാണ് വിട്ടിരുന്നത്. അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം സുരേഷ് ഗോപിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അണ്ണൻ ഈ പറയുന്നതിനോ അത് ഈ സിനിമയൊക്കെ ചെയ്ത് മതി 3-4 പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അണ്ണനൊരു MP ആക്കി വെച്ചാൽ മതി. വെറുതെ അങ്ങനെ താല്പര്യമില്ലാതെ മന്ത്രിയാക്കി. അണ്ണനിപ്പോൾ മന്ത്രിപ്പണി എടുക്കാനേ സമയമുള്ളൂ. ഇപ്പോൾ തൃശ്ശൂർ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല വേണ്ട വിധത്തിൽ. പിന്നെ ഈ പറഞ്ഞതിനകത്തിരി ഫാമിലി മുന്നോട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടെ പൈസ ഉണ്ടാക്കുന്ന ആളല്ല. അത് അങ്ങനെ ഈ ഓടി നടന്ന് പണിയെടുപ്പിക്കരുത്. ഇന്ന് ഇംഫാലാണ്, നാളെ ഇറ്റലിയിൽ, നാളെ എങ്ങനെ സുരേഷ് ഗോപിനെ പോലുള്ള ആൾ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നാണ് അഭിപ്രായം. അദ്ദേഹത്തിന് MP ആക്കി നിർത്തിയാൽ മതിയായിരുന്നു. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പലരോടും ചോദിച്ചൊരു ചോദ്യമാണ്, BJP അവരുടെ കരുത്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ, ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തേക്കും. ഞാൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, രാജ്യത്തിൻ്റെ ഒരു 70% മുകളിലുള്ള സ്ഥലം ഇപ്പോൾ BJPയുടെ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഉള്ളത്. അവരുടെ രാഷ്ട്രീയവും നരേന്ദ്രമോദിയുടെ ലക്ഷ്യങ്ങളും എന്ന് വേണം അങ്ങനെ പറയാൻ, വിശേഷിപ്പിക്കാൻ സാധിക്കും. അതോ അവരൊരു ഒറ്റ യൂണിറ്റായി പോവുകയാണ്, അതിന് സപ്പോർട്ടായി RSS എന്ന ഒരു വലിയ സംഘടനയും നിലയുറപ്പിക്കുകയാണ്. RSS ബിഗ് ബ്രദറാണ്. അവർ മാറി സഞ്ചരിക്കുമ്പോൾ RSS വാണിംഗ് കൊടുക്കും, ഇല്ലെങ്കിൽ പണിഷ്മെൻ്റ് കൊടുക്കും, അല്ലെങ്കിൽ പുറത്താക്കും. ഒരു ആർട്ടിഡേനെ പോലെ അല്ലേ? കഴിഞ്ഞ ഇടയ്ക്കൊന്ന് പിന്നെ അഹങ്കാരം കാണിച്ചപ്പോഴാണ് കഴിഞ്ഞ ലോക്സഭയ്ക്ക് ഒരു പണി കൊടുത്തത്. ഓക്കെ. പിന്നെ മര്യാദക്കാരനായപ്പോൾ പിന്നെയും ഏൽപ്പിച്ചു കൊടുത്തു മഹാരാഷ്ട്രയൊക്കെ. അതാണ് RSS ഇതൊന്നും ഇല്ലെങ്കിൽ നിന്നു പോകുന്ന സംവിധാനം. ഈ ചൈനയിലെ 3rd ലൈൻ ഫാക്ടറീസ് പോലെയാണ്, അത് നിന്നു. അപ്പം അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം RSSനെ വിമർശിക്കുന്നത്, BJPനെ അല്ലല്ലോ വിമർശിക്കുന്നത്. RSS വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇന്ത്യനെ ഈ രീതിയിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ രാജ്യത്ത് എല്ലാ സ്ഥലത്തും അവർക്ക് കൺട്രോൾ വേണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ചോർന്നു പോകും.
ഫെഡറൽ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് അതുവഴി ചോരാൻ പറ്റും. പല സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന പല പദ്ധതികൾ ചോർന്നു പോകുന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വഴിയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം അവരുടെ ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്ക് ഒറ്റ MLA നേരിട്ടില്ലെങ്കിൽ പോലും അവരെ സ്വാധീനമുള്ള MLA മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മന്ത്രിമാരുണ്ട്. മനസ്സിലായി പല സ്ഥലത്തും. അത് ശരിയാണ്. അല്ല, പലപ്പോഴും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വിമർശനം ജനാധിപത്യത്തെ കഴുത്തു ഞെരിക്കുന്നു എന്ന ഒരു വിമർശനം വരുന്നത്. പക്ഷേ മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിമർശനം എന്നാണ് പലരും പറയുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ജനാധിപത്യം എന്നുള്ളത് ഒരു ടൂളാണ്. ഈ ടൂൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ജനങ്ങൾക്ക് അത് പ്രാതിനിധ്യം ഉണ്ടെന്നൊക്കെ തോന്നിക്കാത്ത ജനങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം സിസ്റ്റത്തിലില്ല. കേരളത്തിന് തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെക്കാളും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവാണ്. ആ സമയത്താണ് സൗസീപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട. അതിനുശേഷമാണ് ഈ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ആളുകൾ MP മാരെ വിലക്കെടുക്കാൻ വളരെ എളുപ്പമാണ്. രാജാവിനെ വിലക്കെടുക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ ജനങ്ങൾക്ക് 5 വർഷം കൂടുമ്പോൾ മാറ്റാനുള്ള ഒരു ഫീലുണ്ട്, മാറ്റാൻ പറ്റുന്ന ഒരു ഫീലുണ്ടാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കൂറ് തോന്നുന്നത് സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചോദ്യം ചെയ്യപ്പെടാത്തതൊന്നല്ല ജനാധിപത്യം. ഒരുപാട് ആളുകളെ പലരും വിലക്കെടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അതൊക്കെ പുറത്ത് വന്നു. അപ്പം പുറത്ത് വരാത്ത എത്ര ഉണ്ടാവും? ഇവിടെ എങ്ങനെ സ്ഥാനാർത്ഥിയാവുന്നത്? ഗോപാലേട്ടൻ പറഞ്ഞാൽ കുറച്ച് ആളുകൾ സ്ഥാനാർത്ഥിയാക്കും. LDF UDF. ഗോപാലേട്ടൻ ഫണ്ടിയും ഗോപാലേട്ടൻ്റെ പിന്തുണയുണ്ട്. വെള്ളാപ്പള്ളീനെ പിന്തുണയുടെ കുറച്ച് ആളുകൾ സ്ഥാനാർത്ഥിയാക്കും. അങ്ങനെയൊക്കെയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരൊന്നും മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. അതാണ് ജനാധിപത്യത്തിന് രാജാവ് അങ്ങനെ ആക്കാൻ പറ്റില്ല. അത്ര എളുപ്പമല്ല അത് സംവിധാനം. കറക്റ്റ്. അപ്പം ജനാധിപത്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജനാധിപത്യത്തെ കയറ്റടിക്കുന്നതിനെ പറ്റി പറയുന്ന കോൺഗ്രസ് അടിയന്തരാവസ്ഥ എന്ത് പറയുന്നു? അടിയന്തരാവസ്ഥ പക്ഷേ അന്ന് ജനാധിപത്യത്തെ കയറ്റടിച്ചിട്ട് ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു. സൈന്യത്തോട് തിരിച്ചു പിടിക്കാനാണ് JP പറഞ്ഞത്. പിന്നെ പട്ടാള ഭരണമായിരുന്നു വരിക. പട്ടാളത്തെയും ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലേ? പട്ടാളത്തിന് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥാനം ബ്രിട്ടീഷ് സ്വാധീനം അന്നും ഉണ്ടായിരുന്നു, ഹയർ റാങ്കിൽ. അപ്പം ആ സമയത്ത് അടിയന്തരാവസ്ഥ അല്ല മറ്റേ എന്താ വഴിയാണ് ഉണ്ടായിരുന്നത് എന്ന് പറ. അടിയന്തരാവസ്ഥ അല്ല അന്ന്. ആ അടിയന്തരാവസ്ഥൻ്റെ അടുത്ത് ചില പോലീസ് ഓഫീസർമാർ അവരുടെ തോന്നിയാസങ്ങൾ കാണിച്ചു വിട്ടിരുന്നത് ശരിയാണ്. പക്ഷേ എന്താണ് സംഭവം? അടിയന്തരാവസ്ഥ അല്ല എന്ത് ചെയ്യും? രാജ്യം നിന്ന് കത്തുമായിരുന്നു. ഇവന്മാരുടെ റെയിൽവേ വന്നും പിന്നെ ഒന്ന് റെയിൽവേ മന്ത്രി ബോംബ് പൊട്ടി മേടിച്ച് എപ്പോഴും അറിയില്ല ആരാണ്. CI എന്നാണ് പറയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ പിന്നെയും CI എന്നാണ് പറയപ്പെടുന്നത്. ബാക്കി ആളുകളൊക്കെ ഉപയോഗിച്ചതല്ലേ. അപ്പം ജനാധിപത്യം എന്ന് നമ്മൾ പറയുമ്പോൾ ജനാധിപത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ശക്തമായി ഭരണകൂടം രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒരു പദം. പിന്നെ വേറെ ഇടതുപക്ഷമാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്ത് ജനാധിപത്യമുള്ളത്? ആദ്യം അതൊക്കെ നിങ്ങൾ പരിഹരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. സ്വാഭിമാനം ഇവർക്ക് ഈ പ്രശ്നമാണ്. ABVP എന്നുള്ള അവരുടെ പ്രസ്ഥാനമുണ്ട്. അവരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്വാധീനമുള്ള സ്ഥലത്ത് അവർ ഈ പറഞ്ഞ സാധനങ്ങൾ അതല്ല അവർ കാണിക്കേണ്ടത്. അപ്പോൾ രാജീവ് കേരളത്തിൽ വന്നതിന് ശേഷം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഒരിക്കലും മറ്റുള്ളവർ നിങ്ങൾ കോപ്പിയടിക്കരുത്. ഞാൻ പറഞ്ഞ നിങ്ങൾ ശക്തനായിരിക്കണം. ആ ശക്തി എന്ന് വെച്ചാൽ ഗുണ്ടായുസമായിരിക്കരുത്. ഓക്കെ. അത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. സംഭവിച്ച CPM ഒരു ഘട്ടമെത്തുമ്പോൾ ഈ പറയുന്ന മുസ്ലിംമാർ കയറി വരും. അവർ കാര്യങ്ങൾ എളുപ്പമാകും. പക്ഷെ അവരെ നിങ്ങൾ മുന്നോട്ടുണ്ടായില്ല. നിങ്ങൾ താരുമ്പോൾ തൃണമൂൽ പോലെ അവർ BJP പോകും. BJP വരുമ്പോൾ അവർ CPM പോകും. അതാണ് അവരുടെ സിസ്റ്റം. അല്ലെങ്കിൽ അവർ പാർട്ടി ചേരും. അതെ. അപ്പോൾ എന്തായാലും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. സ്വാഭിമാനം, സ്വയം പര്യാപ്തത, ശക്തമായ ചുവടുവയ്പ്പുകൾ, ലക്ഷ്യബോധം, അത് നമ്മളെ മെറ്റിക്കുലസ് മൈക്രോ ലെവലിൽ പ്ലാൻ ചെയ്തു എന്നുള്ളത്. നമ്മൾ പണ്ടും കേൾക്കുന്നുണ്ട് റിന്യൂവബിൾ എനർജിനെ പറ്റി. അതിന് കാര്യമായിട്ടുള്ള എന്താണ് മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങും, അല്ലെങ്കിൽ പോളിസീസൊക്കെ വരും, നടപ്പിലാക്കുന്ന പറ്റും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒക്കെ ഇതാക്കിയോ? അത് ചെയ്തോ? സോളോ ചെയ്തു? ഞാൻ ചെയ്തില്ല. അപ്പം ചെയ്യണം. അല്ല, എന്നാലും എല്ലാം ചോദിക്കും എന്താ ചെയ്യാത്തത്. എന്നാലും ബോഡിനെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ, മലപ്പുറംകാർ. അവിടെ ഏറ്റവും കൂടുതൽ മുതിരാലോണ്, ഏറ്റവും കൂടുതൽ ഈ സോളോ ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വിമർശിച്ചാലും മോദിയുടെ ആനുകൂല്യങ്ങൾ പറ്റി മുന്നോട്ട് അതാണ് മോഡിയുടെ വിജയം. അപ്പം ആളുകൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ചിന്തിക്കും. ഇയാൾ കൊണ്ടുവന്നു, ഇയാൾ അങ്ങനെ അല്ലല്ലോ ചെയ്തത്. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? അതെ. പിന്നെ ഇന്ത്യക്കാരെന്ന് നിങ്ങൾ സൗദിയിലൊക്കെ പോയി നിങ്ങൾക്ക് അറിയാം. ബേസിക്കലി മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഹറാം എന്നേ അവന്മാർ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ യൂസഫ് അലി സാറിനെ പോലെ വലിയ പൈസക്കാരൻ അവരുടെ പാർട്ട്ണറൊക്കെ ആയിരിക്കണം. അപ്പം മോഡി വന്നതിന് ശേഷം നമ്മുടെ അഭിമാനം അവിടെ കൂടി എന്നുള്ളതാണ്. അത് വളരെ 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 വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അത് വളരെ കറക്റ്റാണ്. കാരണം എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് ശേഷം UAE സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. UAE എന്ന രാജ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ട്രാൻസിറ്റ് പോയിന്റാണ്. അതെ, നമ്മൾ വളരെയേറെ ആളുകൾ
ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്ന രാജ്യമാണ് UAE, ഇന്ത്യക്ക് പുറത്ത്. ആ രാജ്യത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആദ്യമായ ഒരു പ്രധാനമന്ത്രി വരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ ഭരണ നേതൃത്വവുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ദൃഢമായ ബന്ധം അത് വളരെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ വിലയാണ് നമുക്ക് നൽകുന്നത്. ചരിത്രാതീത കാലം തൊട്ട് ഇന്ത്യയുമായിട്ട് അറബികൾക്ക് നല്ല ബന്ധമാണ്. അറബികൾ ഇങ്ങോട്ട് പടയോട്ടം നടത്തിയില്ല. ആകപ്പാടെ സിന്ധിയിലേക്ക് മുഹമ്മദ് ബിൻ ഖാസിം നടത്തിയ പടയോട്ടേ ഉള്ളൂ. അവരുടെ കപ്പൽ ആക്രമിച്ചതിൻ്റെ പേര്. ഇവിടെ മറ്റേ ആക്രമിച്ച് മൊത്തം തുർക്കി മുസ്ലിങ്ങളാണ്, അറബികളല്ല. അറബികൾക്ക് പ്രധാനമായി ഇന്ത്യ എന്ന് കണ്ട കേരളമാണ്. കേരളമായിട്ട് അവിടെ വളരെ സൗഹാർദ്ദമായിട്ട് ബന്ധമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങൾ ഇൻ ദ സെൻസ് അറബ് മുസ്ലിങ്ങളും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ചരിത്രാതീത കാലം തൊട്ടേ ഉണ്ടായിരുന്നത്. അല്ല, ചരിത്രകാലം ഉടനീളം ഉണ്ടായിരുന്നത്. ഇസ്ലാം ഉണ്ടായ ചരിത്ര കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ അത് മോഡി മനസ്സിലാക്കുന്നു, അവരും മനസ്സിലാക്കുന്നു. ഇവിടെ ഉള്ളവന്മാർക്ക് അത് മനസ്സിലാകത്തത്. കാരണം ഇവിടെ ഉള്ളവന്മാർ ടർക്കിഷ് അജണ്ടയും കൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും ടർക്കിഷ് അജണ്ടൻ്റെ ആവശ്യമില്ല. ഞങ്ങളൊക്കെ സുന്നി മുസ്ലിം അറബ് ട്രഡീഷണൽ ആളുകളാണ്, ഷാഫി മുസ്ലിംസാണ്. ഓക്കെ, പക്ഷേ ഞങ്ങളെ കൂടി സ്വാധീനിക്കുന്ന ഈ ഉത്തരേന്ത്യയിലെ ടർക്കി സാധനമാണ്. കറക്റ്റ്. എന്നാലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യക്ക് ശക്തമായ ഒരു ദിശാബോധം നൽകി, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു, സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. ഇത് കണ്ട് ഹാലിളകിയ വിദേശ ശക്തികൾ നമുക്കെതിരെയുള്ള ആക്രമണം പല രീതിയിൽ നോക്കുന്നുണ്ട്. അത് ആയുധമെടുക്കാതെയും നമ്മുടെ രാജ്യത്തിനകത്ത് കലാപങ്ങൾ സൃഷ്ടിക്കും ഒക്കെ തന്നെ അവർ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമം നടത്തുന്നുണ്ട്. അത് ഉപരോധത്തിൻ്റെ പേരിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്, വലിയ ടാക്സ് ഏർപ്പെടുത്തിയും നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവയൊക്കെ തന്നെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഭരണ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ട്. അത് മോദിയുടെ മിടുക്ക് എന്ന് ഈ ചർച്ച പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും രാജ്യം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. 2047 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറും. ഇന്ത്യ അകം പുറം പൂർണ്ണമായും മാറി വളരെ ശക്തമായ ഒരു രാജ്യമായി ഉയർത്ത് എഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ അതിന് അടിവരയിടുകയാണ് ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ ഫക്രുദ്ദീൻ അലി. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.